വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഒരു ആർമി ഓഫീസർ തൻ്റെ ഭാര്യ സഹോദരിക്ക് ഇപ്രകാരം വിളിച്ച് പറയുവാനിടയായി തീർന്നു. When the Second World War was happening, an army officer had written a letter to his wife. ദൈവം അനുവദിച്ചാൽ ഈ പ്രാവശ്യം ഞാൻ ക്രിസ്മസ് സമയത്ത് ഭവനത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. That if God willing, I will be coming during the Christmas time to home. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്നത് ഒരുപക്ഷേ എൻ്റെ കമാൻഡർ അനുവദിച്ചെങ്കിൽ മാത്രമേ വരുവാൻ കഴിയത്തുള്ളൂ. Around after 2 years, I will be coming, and I'll be coming only if the commander allows me to. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണ്ട ഞാൻ വരുന്ന കാര്യം. He told to his wife that you should not tell to the children that I'm coming. അവർക്കതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യം അവരോട് പറയണ്ടെന്ന് പറഞ്ഞു. Because let it be a surprise for them. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ക്രിസ്മസ് ദിവസം എത്തി. And the days passed by and the Christmas day came. ക്രിസ്മസ് ഈവ്, അതായത് തലേ ദിവസം രാത്രി മിഡ്നൈറ്റിൽ അദ്ദേഹം ഭവനത്തിൽ എത്തിച്ചേരുവാനിടയായി. And on Christmas Eve, that is a midnight, he came back home. അദ്ദേഹം ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു, നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞു. And then he told his wife that bring a bed sheet. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഈ ക്രിസ്മസ് ട്രീയുടെ ഈ ചുറ്റും ഞാൻ ഇങ്ങനെ കിടക്കും, ആ സമയത്ത് നല്ല വൃത്തിയായിട്ട് എന്നെ ഒന്ന് മറച്ച് ചുറ്റി വെക്കണമെന്ന് പറഞ്ഞു. So he said that I will be lying down next to the Christmas tree and you have to cover me nicely with that bed sheet. അപ്പോൾ ആ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഒത്തിരി ഗിഫ്റ്റുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. So they had already bought some gifts and put it under the Christmas tree. ക്രിസ്മസ് മോർണിംഗ് എത്തി, കുഞ്ഞുങ്ങളെല്ലാം 3 പേരും അവർ ഓടി എഴുന്നേറ്റ് വന്നു. The Christmas day came and all the 3 children, they were running towards the Christmas tree. അവർ ഓടി വന്നപ്പോൾ അവരുടെ എല്ലാ ഗിഫ്റ്റുകളും നോക്കി അവരവരുടെ പേര് എഴുതിയിരിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം എടുത്ത് ടോയ്സ് എല്ലാം എടുത്ത് മാറി നിന്നു. And they went and they took their gifts which had their name on it and they just went apart. 3 കുഞ്ഞുങ്ങൾ അവരുടെ ഗിഫ്റ്റ് നോക്കി വളരെ വളരെ സന്തോഷത്തോടും വളരെ ആകാംക്ഷയോടും കൂടെ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ആ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒന്നിങ്ങനെ ചലിക്കുന്നതായിട്ട് തോന്നി. And then as they were opening their Christmas gifts with great excitement, they noticed that there is something that is moving under the Christmas tree. ഇളയ മോൻ അടുത്ത് അവൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, സംതിങ് ഈസ് മൂവിങ് ദേർ. The youngest brother told to the eldest brother that do you see something is moving there? അവർ രണ്ടുപേരോട് ഓടി ചെന്ന് ആ ബെഡ്ഷീറ്റ് പതുക്കെ ഒന്ന് പൊക്കി നോക്കി. And they both ran towards that place and they slowly started to open the bed sheet. അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞ അവരുടെ ഡാഡിയാണ് കാണുവാൻ കഴിഞ്ഞത്. And when they did that, they saw their daddy. അവർ 3 പേരും ആ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കളഞ്ഞിട്ട് ഓടിച്ചെന്നു. And all the 3 children, they just put their gifts away and they went towards their daddy. ഓടിച്ചെന്ന് ഡാഡിയെ കെട്ടിപ്പിടിച്ചു. And all 3 of them, they hugged daddy. അവരുടെ ഗിഫ്റ്റുകളൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു. And their gifts were no longer it's not a matter for them. 2 വർഷത്തിന് ശേഷം ഡാഡിയെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. Because they were happy to see daddy after 2 years. ഇന്ന് പലപ്പോഴും നാം വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. And one thing that we have to always understand. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രൊവിഷനിലാണ്. Sometimes our interest is always towards the provision of God. എന്താണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്? What is provision? നമ്മുടെ വീടായിരിക്കാം, നമ്മുടെ ജോലിയായിരിക്കാം. It might be our house or job. ഒരുപക്ഷെ നമ്മുടെ കുടുംബമായിരിക്കാം. Or it might be our family. പലപ്പോഴും നാം പ്രൊവൈഡറെ മറന്നു പോകുന്നു. Sometimes we are forgetting the provider. നമ്മൾ പലപ്പോഴും we are interested in ദൈവത്തിന്റെ ഗിഫ്റ്റിനെ ഓർത്തായിരിക്കും. We are always interested in the gift of God. ഒരിക്കലും ഗിഫ്റ്റ് തരുന്ന ആളിനെ ഓർക്കാറില്ല. But we always tend to forget the person who gave it.